ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയും മോനും കൂടെ വഴക്കുണ്ടാക്കുക. ആ സമയത്ത് നീ വലിയ വലിയ ഡീലുകളിലൊക്കെ പങ്കെടുത്തത് അയാൾ പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും എന്ന് ഈ ജലജയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞെട്ടി ജലജ. പക്ഷെ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കാണാത്തൊരു മനുഷ്യനെ പറ്റിയാണ് അമ്മ ഇപ്പം എന്നോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് അഭി പറയുമ്പം നീ ഒരു കാര്യം ഓർത്തോ, അയാളുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അന്ന് അമ്മയും മകനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുമെന്ന് ജലജ. ഓ എന്നാൽ പിന്നെ അതിന് ശേഷം ഞാൻ അച്ഛനുമായിട്ട് ബന്ധം കൂടിക്കോളാം എന്ന് അഭി മനസ്സിൽ പറയുമ്പോൾ എന്താടാ നീ പറഞ്ഞെന്ന് ചോദിച്ചു ജലജ ചെന്നു. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ. എന്തൊരു കഷ്ടത. വീട്ടിനകത്തോട്ട് കയറിയ ഉടനെ ചോദ്യങ്ങളായിട്ട് പിന്നാലെ ഇങ്ങ് വരും. എവിടെ പോയടാ, ആരെ കാണാൻ പോയടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സ്വസ്ഥതയും തരില്ല. ഞങ്ങൾക്കൊന്നും പിന്നെ എന്താ പുറത്തേക്ക് പോകണ്ടേ എന്ന് അഭി ജലജയോട് ചോദിക്കുക. അമ്മയുടെ മരുമകളെ തിരുത്താൻ നോക്കിയല്ലോ, എന്നിട്ട് അവള് AN ജ്വല്ലറിയുടെ മോഡലായിട്ട് എന്താ പോവാതിരിക്കുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അവളെ തടയാൻ എന്താ പറ്റില്ലേ? അവളെ തടയേണ്ടതേ നീയാടാ എന്ന് ജലജ നേരം പറയണു. അവളങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണെന്നും. ആയിക്കോട്ടെ, അതൊക്കെ അവളുടെ കാര്യം. പിന്നെ ഞാൻ ഏതായാലും അയാളെ കണ്ടിട്ടുമില്ല, അത്ര ഇപ്പം അമ്മ അറിഞ്ഞാൽ മതിയെന്ന് അഭി പറയാട്ടോ. തുള്ളിച്ചാടി ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി ഇങ്ങനെ കലികേറി അവിടെ അങ്ങനെ നിൽക്കുവാണ്. മുറിയിൽ പോയിട്ട് ജലജയ്ക്ക് ഒരു സ്വസ്ഥത ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. ജലജയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, കിടന്നിട്ട് കിടപ്പുറയ്ക്കുന്നില്ല, ആകെ ഇത്. ഈ സമയം പിന്നെ കാണിക്കുന്ന ആദർശിനായിട്ടോ. ആദർശ് ഇങ്ങനെ മുറിയിലിരുന്ന് ഓരോന്ന് ആലോചിക്കുന്നു. ആ സമയത്ത് നയന അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആദർശ് നല്ല ചിന്തയിലാണ്. അപ്പോൾ നയന വരുന്നത് കണ്ടുകൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അനി എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു അവൻ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ആദർശേട്ടാ? അങ്ങനെ ചെയ്താൽ അത് അവന്തിക്ക് സഹിക്കാൻ പറ്റുന്നതാണോ എന്ന് നയന ചോദിക്കുമ്പം അവൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു വിഷമം പോലെയാണ് എനിക്കെന്ന് ആദർശ് നയനയോട് പറയാട്ടോ. എന്ന് വെച്ച് ഞാനവനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോയില്ല, പിന്നെ മുത്തശ്ശൻ്റെ തീരുമാനം നടക്കണമെന്ന് തന്നെയാണ് ഞാൻ അവനോട് പറഞ്ഞതെന്ന കാര്യം ആദർശ് പറയുന്നു. പിന്നെ അവൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ലേ നയനെ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങളൊക്കെ ഒന്നിച്ചല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തോ അതിന് ശേഷമോ എനിക്കോ അല്ലെങ്കിൽ എനിക്ക് അവളോട് ആ രീതിയിലുള്ള ഒരു ഇഷ്ടവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അവനെ ഒരുപാട് പ്രഷർ ചെലുത്തിയാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അനിയുടെ കാര്യം ഓർത്തിട്ട് എനിക്കും നല്ല വിഷമമൊക്കെ ഉണ്ട് ആദർശേട്ടാ. പക്ഷെ നന്ദുവിനെ അല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ അനി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിന് 100% ഞാൻ സപ്പോർട്ട് ചെയ്തേനെ എന്ന് നയനെ നേരം പറയുക. ഇവിടെ അനിയുടെ മനസ്സിലുള്ളത് നന്ദു ആയതുകൊണ്ട് ഒരിക്കലും എനിക്ക് അതിനോടൊപ്പം നിൽക്കാനായിട്ട് പറ്റത്തില്ല ആദർശേട്ടാന്നും നയന ആദർശനോട് പറയുന്നു. എന്നിട്ട് ഒരു സമയത്ത് അവർ ഒന്നിക്കണമെന്ന് നമ്മൾ കരുതിയതായിരുന്നില്ലേ ആദർശേട്ടാ? പക്ഷേ സാഹചര്യം എല്ലാത്തിനും എതിരാ. പിന്നെ എന്തു ചെയ്യും? എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല അനിയുടെ അമ്മയ്ക്കും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു വഴക്കുണ്ടാക്കിയിട്ട് കല്യാണം പോലൊരു നല്ല കാര്യം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു നയനെ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. എങ്കിലും അവൻ്റെ ആദ്യ കല്യാണം പോലെ തന്നെയാണിത്. അന്നും അവനത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല, അനാമികയുമായിട്ടുള്ള ആ ഒരു വിവാഹം. പിന്നെ ആ സമയത്ത് അവനൊരു തെറ്റുപറ്റി. കല്യാണത്തിന് തൊട്ട് മുൻപാണ് അവനതെല്ലാം എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ഈ നിശ്ചയം തടയാനൊന്നും പറ്റത്തില്ല. നമ്മളായിട്ട് അത് ചെയ്യുന്നത് ശരിയുമല്ല എന്ന് നയന. അനിയുടെ നിശ്ചയം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണെന്ന് നയന പറയാം. അതോടെ വലിയൊരു തലവേദന മാറുമെന്നാണ് അവർ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ശരിയാണെന്നും പറഞ്ഞ് നിൽക്കുന്നു. ഇപ്പോഴെനിക്ക് നന്ദു തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായി എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ആദർശ് നയനയോട് പറഞ്ഞിട്ട് സോയെ ആശ്വസിച്ച് ഇങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് ഇങ്ങനെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ കിടക്കണം. അപ്പം കനക അങ്ങോട്ടേക്ക് വന്നു. എന്താ നന്ദുട്ടൻ നീ ആലോചിച്ചുകൊണ്ട് കിടക്കണേ എന്ന് ചോദിച്ചു. ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കയ്യിലൊരു സാരിയുണ്ട്. ഇതെങ്ങനെയുണ്ട്? നാളെ നിശ്ചയത്തിന് എടുത്തുകൊണ്ട് പോകാൻ ഇത് മതിയോ എന്ന് ചോദിക്കാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുന്നു. നിൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ മോളെ എനിക്ക് വാങ്ങിച്ച് തന്നതാ, ഓർമ്മയുണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, അത് പിന്നെ ഞാൻ മോശമാണെന്ന് പറയുമോ എന്ന് നന്ദു ചോദിച്ചു. ഇപ്പോൾ നാളെ എടുത്തുകൊണ്ട് പോകാൻ ഇത് മതിയല്ലേ? അമ്മയ്ക്ക് ആദർശേട്ടനും നയനേച്ചിയും കൂടി ഒരുപാട് സാരികൾ വാങ്ങിച്ച് തന്നിട്ടുണ്ടല്ലോ, നല്ല വില കൂടിയ സാരികൾ. അത് എടുത്തുകൊണ്ട് പോയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പം അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ നന്ദോട്ടം വാങ്ങിച്ച് തന്ന സാരി ഉടുക്കാനാ ഇഷ്ടമെന്ന് കനക അന്നേരം നന്ദോട്ടനോട് പറഞ്ഞു. അച്ഛനും അങ്ങനെ തന്നെയാണെന്ന് കനക പറയാം. നീ കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വരുമെന്നാണ് അച്ഛനും പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അമ്മേ ഇത് അമ്മയ്ക്ക് ചേരുന്ന സാരി തന്നെയാണ്. അപ്പോൾ നാളത്തെ ചടങ്ങിൽ എൻ്റെ നന്ദൂട്ടനും പങ്കെടുക്കേണ്ടതാണെന്ന് കനക അന്നേരം പറയണം. പക്ഷേ നീ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലരുടെ മുഖം മാറും. അത് ഒഴിവാക്കാനാണ് നന്ദൂട്ടനെ ഞാൻ കൊണ്ടുപോവാത്തത്.
അല്ലെങ്കിലും എനിക്ക് വരണമെന്നൊന്നും ഇല്ല അമ്മയെന്ന് കനകയോട് നന്ദൂട്ടൻ അന്നേരം പറഞ്ഞു. ഈ ചടങ്ങൊന്നും കഴിഞ്ഞു പോട്ടെ മോളെ. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും മോൾക്ക് പങ്കെടുക്കാമല്ലോ. അതിൽ നിന്ന് ഞങ്ങൾ ആരും നിന്നെ ഒന്നിനും തടയില്ല എന്ന് പറഞ്ഞു. എൻ്റെ 2 ചേച്ചിമാരുള്ള വീട്ടിലേക്ക് പോവാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എനിക്കിന്ന് നന്ദു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് എൻ്റെ മോള് തന്നെയല്ലേ എന്ന് കനക അന്നേരം ചോദിച്ചു. ഇപ്പോഴും ആ ഒരു അവന്തികയ്ക്ക് സംശയമുണ്ട്, നീയും അനിയും തമ്മിൽ അടുപ്പമുണ്ടോ എന്ന്. ആ പെണ്ണത് പറയുകയും ചെയ്തതാ. പിന്നെ അത് അവൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. നാളെ നിശ്ചയത്തോടു കൂടി അതങ്ങ് അവസാനിക്കുമല്ലോ അമ്മേ. അതെ, എന്തായാലും അവരായി അവരുടെ പാടായി എന്ന് കനക പറയാം നന്ദുവിനോട്. എനിക്ക് അവന്തിക്ക് ഇഷ്ടമല്ല എങ്കിലും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ മോളെ. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അനിയുടെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ അവൻ്റെ പേരും പറഞ്ഞ് എൻ്റെ നന്ദോട്ടനെ ആരും കൊച്ചാക്കാനൊന്നും ശ്രമിക്കത്തില്ലല്ലോ എന്നൊക്കെ കനക പറയുവാണ്. പിന്നെ അച്ഛൻ നിന്നെ ചോദ്യം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പുറത്തു പോകുന്ന അച്ഛനോട് പലരും പറഞ്ഞിട്ടുണ്ട് നിന്നെ അനിയും ഒന്നിച്ച് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതെന്നെ ആയിരിക്കില്ലമ്മേ, കണ്ടവരുടെ കാഴ്ചയ്ക്ക് കുഴപ്പം കാണുമെന്ന് നന്ദോട്ടൻ നേരം പറഞ്ഞു. എല്ലാവരുടെയും അങ്ങനെ കുഴപ്പമുള്ള കണ്ണാണോ മോളെ? അല്ലല്ലോ. പിന്നെ പിന്നെ നാളെ ഇതന്നെ എടുത്തുകൊണ്ട് പോവാം അല്ലേ? അപ്പോൾ ശരി എന്നും പറഞ്ഞ് കനക അങ്ങനെ പോവാം. കനക പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദുവിന് ഭയങ്കര സങ്കടം. നന്ദു ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനകതേ ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് ഈ സാരി തന്നെ മതിയെന്ന് മോള് പറഞ്ഞു എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുക കനകയോട്. അവൾ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഇതേ നാളെ ഉടുക്കുന്നുള്ളെന്നും പിന്നെ ആദർശം നയനയും കൂടി വില കൂടി ഒരുപാട് സാരികൾ എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് ഉടുത്താൽ പോരെന്നും ചോദിച്ചു. അപ്പോൾ അവളെയോ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവൾ എടുത്ത ഡ്രസ്സെങ്കിലും എടുത്തോണ്ട് നമുക്ക് പോകാൻ കനകെ. അപ്പം ഞാനും അത്രേ കരുതുന്നുള്ളൂ ഗോവിന്ദേട്ടാന്ന് നമ്മുടെ കനകേച്ചി. അങ്ങനെ അതും പറഞ്ഞ് കനക ഇങ്ങനെ അവിടെ നിൽക്കുക. പക്ഷേ ഗോവിന്ദേട്ടാ അവൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു. അതും എന്നെ കാണാതിരിക്കുമോ? പ്രായപൂർത്തിയായതിനു ശേഷം അത്യാവശ്യം ആൺകുട്ടികളെ നോക്കി കമൻറ്റ് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നവ്യയാണെന്നുള്ള കാര്യവും പിന്നെ നയനയ്ക്കും നന്ദുവിനും പ്രേമത്തോട് പോലും വെറുപ്പായിരുന്ന കാര്യമൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുക. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആദ്യമായിട്ട് കയറിക്കൂടിയവനാണ് അനി. അതുകൊണ്ട് നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾക്ക് അതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും. അതെനിക്കും അങ്ങനെ തന്നെയാണ് ഗോവിന്ദേട്ടാന്ന് കനക പറയുക കേട്ടോ. അതുകൊണ്ടല്ലേ അവൻ അവന്തികയെ വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുന്നത്. പിന്നെ നയനയെ ഞാൻ വിളിച്ചപ്പോൾ ഇന്നലെ അനി ഈ നിശ്ചയം നടത്താതിരിക്കാൻ വേണ്ടി ആദർശിൻ്റെ കാല് പിടിച്ചെന്നൊക്കെയാണ് പറഞ്ഞതെന്ന കാര്യം കനക ഗോവിന്ദേട്ടനോട് പറയുമ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നിശ്ചയം നടന്നേ പറ്റുള്ളൂ കനകയെന്ന് ഗോവിന്ദേട്ടൻ പറയണേ. അത് കഴിഞ്ഞാൽ വലിയൊരു പരാതി മാറിക്കിട്ടുമല്ലോ. അവന്തിക പോലും സംശയം ഉള്ളിൽ വെച്ചിട്ട് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. പിന്നെ നമ്മുടെ മോളായിട്ടിനി അവളും അനിയും തമ്മിൽ ഒത്തുചേരലിന് ഒരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ലാന്ന്. പിന്നെ അല്ലെങ്കിൽ തന്നെ 2 കുട്ടികൾ അങ്ങോട്ട് കല്യാണം കഴിച്ചയച്ചിട്ട് കേൾക്കാത്ത പഴികളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പരാതിയും ഇപ്പോഴും തീർന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദേട്ടൻ തൻ്റെ സങ്കടങ്ങൾ കനകയോട് പറയാം. പിന്നെ നമുക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും നയനമോൾ അവർക്കുണ്ടാക്കി കൊടുക്കുന്ന പേരും പെരുമയും കൊണ്ട് തൽക്കാലം നമ്മുടെ പോരായ്മകളെ മറികടക്കാമെന്ന് മാത്രം. അന്നേരം അത് കേട്ടപ്പം അത് ശരിയാ ഗോവിന്ദേട്ടൻ പറഞ്ഞത്. അല്ല അനിയനി നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഗോവിന്ദേട്ടാ? എന്തു പ്രശ്നം? അല്ല ചടങ്ങ് നടക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ ചടങ്ങ് നടക്കില്ലല്ലോ. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിൽ അവൻ്റെ അച്ഛനും വല്യച്ഛനും ഉൾപ്പെടെ എല്ലാവർക്കും ആ വീട്ടിലെ കാരണവരെ പേടിയാണെന്ന കാര്യം ഈ ഗോവിന്ദേട്ടൻ പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹസമൊന്നും അനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും നമുക്ക് വേണ്ടാന്നും പറഞ്ഞു. എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ഗോവിന്ദേട്ടൻ പറയാം. പിന്നെ ഗോവിന്ദേട്ടാ, കഴിഞ്ഞ ദിവസം നന്ദുവിനൊരു ആലോചന വന്നിരുന്നില്ലേ? അവരുടെ ജാതകം ഒത്തു നോക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ അങ്ങേര് ഇപ്പോഴും പറയുക ആദ്യതൊക്കെ എന്തിനാ എപ്പോഴും നോക്കുന്നതെന്ന്. പെൺകുട്ടിയുടെ മനസ്സിലുള്ള പയ്യനെ തന്നെ അവൾ കേട്ടുള്ളൂ എന്ന്. അപ്പോൾ ആ പറച്ചിൽ ഇതുവരെ ജോത്സ്യർ നിർത്തിയില്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ. അപ്പം ഇല്ലെന്നേ, ഞാൻ പിന്നെ പ്രശ്നം വെപ്പിച്ചു. അപ്പോഴും അങ്ങനെ തന്നെ കാണുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും അനിയായിട്ട് ഇനി നന്ദു ഒന്നിക്കാൻ പോകുന്നില്ല. പിന്നെ ഇനി അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും കാണുമോ എന്നിങ്ങനെ ചോദിച്ചപ്പം അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടേ ഞാൻ അങ്ങേരോട് അതും കൂടി നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ഒറ്റ പ്രേമം മാത്രമേ അവൾക്കുണ്ടാവത്തുള്ളൂ, അയാളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറയുന്നതെല്ലാം മച്ചിട്ടാണെന്നല്ലേ നീ പറയുന്നത്? അതെ,
ഇത്തവണ അത് തെറ്റോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പം തെറ്റായാലും ശരിയായാലും അനിയുടെ നിശ്ചയമാണെന്ന് അയാളോട് പറഞ്ഞിട്ടും ഇങ്ങനെ പറയുമ്പോൾ ആകെ ഒരു ആദ്യ പോലെ ഗോവിന്ദേട്ട എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നാളെ അനി ഇനി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമെന്ന് പോലും എനിക്കൊരു ഭയം ഉണ്ടായത്. അപ്പം അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നമുക്ക് കിടക്കാൻ നോക്കാം. രാവിലെ തന്നെ നമുക്ക് പോവേണ്ടതല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. വാ ശരിയെന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കിടക്കാൻ പോയി. പിന്നെ കാണിക്കുന്നത് വിഷമിച്ച് നിൽക്കുന്ന അനിയാട്ടോ. അനിയുടെ അടുത്തേക്ക് വലിയ തുള്ളിച്ചാടി വരുവാണ് അവന്തിക. നാളത്തെ ഫംഗ്ഷനെ പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അനിയേട്ടനെന്ന് ചോദിച്ചു. എന്ത് ഫംഗ്ഷൻ? ഓരോരോ കോമാളിത്തരം കാണിക്കല്ലേ, അങ്ങനെ ഇതിനൊക്കെ പറയാൻ പറ്റുമെന്ന് പറയുമ്പം അതൊന്നും അനിയേട്ടനും അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഒന്നിക്കുന്നത് കോമാളിത്തരമാണോ എന്ന് അവന്തിക. അത് നടത്തുന്നവരെന്താ കോമാളികളാണോ? ഇനിയിപ്പോൾ ചെന്ന് മുത്തച്ഛനോടൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ അവരെയൊക്കെ കോമാളികളെന്ന് വിളിച്ചെന്ന്. അയ്യോ ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലേ എന്ന് അവന്തിക അനിയോട് പറഞ്ഞു. എന്തായാലും ഞാനിന്ന് മനസമാധാനത്തോടെയാണ് കിടന്നുറങ്ങാൻ പോകുന്നതെന്ന് അവന്തിക. പിന്നെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സ്വത്താ എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നതെന്ന് അവന്തിക അനിയോട് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷമൊക്കെ എനിക്കുണ്ട്. നിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടി. അയർലൻഡിൽ പോകുന്നതിന് മുൻപേ അബിയേക്കാളും മോശമായിരുന്നു നിന്റെ സ്വഭാവം. അവിടുന്ന് നിന്നെ നല്ലവളായി കെട്ടിയിറക്കിയത് നിന്റെ ബുദ്ധിയാണോ അത് മറ്റുള്ളവരുടെ ബുദ്ധിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ രണ്ട് മുഖമില്ല അനിയേട്ടാ എന്ന് അവന്തിക പറയാം. ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് അനിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സത്യസന്ധത പക്ഷേ അനിയേട്ടൻ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഗുഡ് നൈറ്റ് അനിയേട്ടാ, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. പോയ അവന്തിക തിരിഞ്ഞ് നോക്കി അനിയെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അങ്ങ് പോണത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ. അഭി ഇങ്ങനെ മുകളിൽ നിൽക്കുന്നു. ചെകുത്താൻ കുരിശ് കണ്ടതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ജലജയെ കാണുമ്പോൾ. ഈ സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അഭിയേട്ടാ എന്നും പറഞ്ഞ് വിളിച്ച് ചെന്നു. നിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, പക്ഷെ എന്നെ കെട്ടാൻ പോകുന്നവൻ്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല എന്ന് അവന്തിക. നീ അതൊന്നും കാര്യമാക്കാൻ പോണ്ട. ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ ചിങ്ങത്തിൽ നടത്താനിരിക്കുന്ന കല്യാണത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറി പോകാൻ പറ്റത്തില്ല. നാളെ നിശ്ചയം, എന്നിട്ട് പോലും അവൻ ഒരു മാറ്റവും ഇല്ല എന്നും എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നും അവന്തിക. നിനക്ക് അവനോടുണ്ടോ? എന്നെ ഇഷ്ടപ്പെടാത്തൊരുത്തനെ ഞാനത് വെറുതെ സ്നേഹിക്കുന്നതെന്ന് അവന്തിക. ഇതുപോലെ തന്നെയാണ് അനാമികയും ഈ വീട്ടിലോട്ട് വന്ന് കയറിയതെന്ന് അവന്തികയോട് പറയുകയാണ് അഭി. പക്ഷെ അവളെപ്പോലെ ആവരുത് നീ, കേട്ടല്ലോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിനക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അനി ടോട്ടലി ചേഞ്ച് ആകും. നീ ഇത് മനസ്സിലാക്കുക. പിന്നെ നന്ദു ഒന്നും അവൻ്റെ ജീവിതത്തിലേ ഉണ്ടാവത്തില്ല. അതൊക്കെ കേട്ടപ്പോൾ ചിരിച്ചോണ്ട് നിൽക്കുക അനിയത്തി. ചേട്ടൻ പറഞ്ഞു കൊടുക്കുക ജീവിക്കാനുള്ള വഴികൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞാലേ നീ വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടേ ജ്വല്ലറിയുടെ തലപ്പത്തേക്ക് ഇവിടുത്തെ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവരണമെന്ന് നമ്മുടെ മുത്തശ്ശന് ആഗ്രഹമുണ്ട്. നയന ഏതായാലും വലിയ ഡിസൈനറൊക്കെ ആയതുകൊണ്ട് ആദർശനൊപ്പം തന്നെ MD പട്ടം എടുത്ത് അണിയാനുള്ള സാധ്യതയും കാണുന്നുണ്ടെന്നും അവിടെ ഇപ്പോൾ അനിയാണ് കമ്പനിയുടെ പകുതിയും നോക്കുന്നത്. അതിലേക്ക് നീ ഇടിച്ച് കയറണമെന്ന് അഭി അവന്തികയോട് പറയാം. നമ്മുടെ അച്ഛൻ്റെ ഒരു സ്വപ്നമുണ്ട്, അതിനൊപ്പം നമ്മൾ നിന്നേ പറ്റൂ എന്നൊക്കെ അഭി പറഞ്ഞപ്പം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു തടസ്സവും ഇല്ലല്ലോ എന്ന് അവന്തിക. പക്ഷേ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛന് ആ കല്യാണത്തിന് വരാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എനിക്കെന്ന് പറയാം. അപ്പോൾ അത് അച്ഛൻ വേഷം മാറിയാണെങ്കിലും അവിടെ എവിടെയെങ്കിലും വന്ന് നിന്ന് നിൻ്റെ കല്യാണം കണ്ടോളും. അതോർത്ത് നീ നിനക്ക് നിരാശ ഒന്നും വേണ്ട. അച്ഛനാണ് എൻ ജ്വല്ലറിയുടെ ഓണറെന്ന് അറിഞ്ഞതിൽ പിന്നെ അമ്മയുടെ സമനില പോയതാണല്ലോ ഏട്ടാ എന്ന് മകള് പറയുമ്പോൾ അത് കാണുമ്പം അമ്മയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു അഭി. അപ്പോൾ എനിക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നു. അത് അച്ഛൻ പറയുന്നുണ്ടല്ലോ, അമ്മ ശരിക്കും അച്ഛനെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ മക്കൾ അച്ഛൻ്റെ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അമ്മയുടെ പേടി. അതിന് സത്യം അറിയുന്നത് എന്തിനാ? AN ജ്വല്ലറിയുടെ A എന്ന അക്ഷരം നമ്മുടെ രണ്ടുപേരുടേതും അല്ലേ എന്ന് അഭി അവന്തികയോട് ചോദിക്കാം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മുടെ അച്ഛന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളത്? പിന്നെ അതിനപ്പുറം ഒന്നും നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നീ പോയി കിടക്കാൻ നോക്ക്. നാളെ ഒരു തടസ്സവും കൂടാതെ നിശ്ചയം നടക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓക്കെ അബേട്ട ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിങ്ങനെ അവന്തിക പോയി കഴിഞ്ഞപ്പം ഇവളെയും കൂടെ തുരത്തിയിട്ട് വേണം AN ജ്വല്ലറിയിൽ കയറി പറ്റാൻ അഭിക്ക്. അഭി ഇങ്ങനെ അവിടെ നിൽക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവ്യ അവിടെ ഇരുന്ന് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇനിയിപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങോട്ടേക്ക് ചെല്ലുക. നാളെ നിശ്ചയം നടന്നു പോകുന്നു. ഇത് കേട്ടപ്പോൾ നവ്യ ഒന്ന് നടുങ്ങി.
അല്ല നിനക്കെന്തൊരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കാം അബി. അവന്തികയോടുള്ള ദേഷ്യം ഇപ്പോഴും നിനക്ക് മാറിയിട്ടില്ലേന്ന് ചോദിക്കുമ്പോഴും നവ്യ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ പക്ഷത്താടി അവള്. അപ്പം ഞാനത് മെസ്സേജ് അയച്ചതാണല്ലോ വൃത്തികെട്ടവൾക്ക്. എന്നിട്ടും അനാമിക അവളുടെ അച്ഛനും എന്താ പ്രതികരിക്കാത്തതെന്നൊക്കെ നവ്യ ചിന്തിക്കുന്നു. നീ എന്ത് ആലോചിക്കുന്നേ എന്ന് അബി ചോദിച്ചു. അല്ല വെറുതെ ഇഷ്ടമല്ലാത്തൊരു പയ്യനെ കൊണ്ട് എന്തിനാ അവന്തിക കല്യാണം കഴിപ്പിക്കുന്നത് എന്ന് നവ്യ ചോദിക്കും കേട്ടോ. പിന്നെ അനി ആകെ അസ്വസ്ഥനായിട്ടാണ് നടക്കുന്നതെന്ന് പറയുമ്പം അതൊന്നും കാര്യമാക്കണ്ട. അവനും അനാമികയും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ലെന്നും എന്നിട്ടും എടിപെടിയെന്ന് മുത്തശ്ശി നിശ്ചയം നടത്തുന്നത് അവനെ തളയ്ക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയാട്ടോ. അപ്പോൾ അങ്ങനെ പ്രഷർ ചെലുത്തി കല്യാണം കഴിപ്പിച്ചാലേ അവർ തമ്മിലുള്ള ദാമ്പത്യം അധികകാലം പോവില്ല അബിയെന്ന് നവ്യ പറഞ്ഞു. അതൊക്കെ പൊയ്ക്കോളും. ഇവിടെ മുത്തശ്ശൻ പറയുന്നതിനപ്പുറം ആർക്കും നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അബി നവ്യയോട്. അവന്തിക നമ്മുടെ ഭാഗത്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അവന്തികയും അനിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു കുഞ്ഞൊക്കെ ജനിച്ച് കഴിഞ്ഞാൽ അനിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. അവൻ പിന്നെ എൻ്റെ പെങ്ങളെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല എന്ന് ഈ അബി പറയാം. കാലക്രമേണ അവന്തികയുടെ മിടുക്കുകൊണ്ട് അനി അവളുടെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അബിക്ക് ദേഷ്യം അടക്കാൻ മേല. പിന്നെ ഈ മുത്തശ്ശൻ എന്ന് പറയുന്ന കാരണവര് അധിക കാലം ജീവിച്ചിരിക്കത്തൊന്നും ഇല്ലല്ലോ. അങ്ങേരുടെ കാലശേഷം കുടുംബത്തിൻ്റെ താളവും തെറ്റിക്കോളുമെന്ന കാര്യമൊക്കെ പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാവുന്നു. അപ്പോൾ നബിക്ക് ആകെ ടെൻഷനായി. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്നു. നന്ദുവിൻ്റെ ഫോണിലേക്ക് അപ്പോഴത്തേക്കും കോൾ വന്നു അനിയുടെ. അപ്പം അനി ഫോണിൽ സംസാരിക്കാം. നിനക്കെന്താ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ആഹാ നീ ഉറങ്ങാത്തത് കൊണ്ടല്ലേ നീ എന്നെ വിളിച്ചത്, പിന്നെ എന്തിനാ നീ എൻ്റെ കാര്യം ചോദിക്കുന്നത് നന്ദു ചോദിക്കാം. ഞാൻ ഉറങ്ങിയായിരുന്നു, കൃത്യം 10 മണിക്ക് തന്നെ ഞാൻ ഉറങ്ങി. ഇപ്പോൾ നിൻ്റെ കോള് കണ്ടപ്പോൾ എഴുന്നേറ്റതാ. എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഗേറ്റിനടുത്തേക്ക് വരട്ടെ നീ ഒന്ന് പുറത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇല്ല പറ്റില്ല, ഞാൻ വരില്ല. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, ഇന്ന് ഞാൻ ഇറങ്ങി വരില്ല എന്ന് നന്ദു അനിയോട് പറയണം. എടി നീ എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം അനി നിന്നെ ഞാൻ വാശി പിടിപ്പിക്കുന്നതല്ല. നോക്ക് നീ എന്നെ വെറുതെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്ന് നന്ദു അനിയോട് പറയാം. ശരി ഒന്നും വേണ്ട. പക്ഷേ എനിക്കിപ്പം നാട് വിട്ടു പോകാൻ തോന്നുകയാണെന്നൊക്കെ നന്ദുവിനോട് അനി പറയുകയാണ്. നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ മരിക്കാൻ പോലും എനിക്ക് തോന്നണമെന്നും പറഞ്ഞു. എന്തൊരു വിധിയായത്. എല്ലാവരുടെയും കാല് പിടിച്ച് നോക്കിയതാ, എന്നിട്ടും ഒരു രക്ഷയില്ല. ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലും ഇല്ല. ആരും എൻ്റെ കൂടെ ഇല്ല. നന്ദുവാണിരുന്ന് കരയും കേട്ടോ, മിണ്ടാനും പറ്റുന്നില്ല. ഞാൻ ഹലോ എന്ന് പറഞ്ഞ് അനി വെച്ചപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് അനി, ഞാനിനി എന്താടി വേണ്ടത് ഒന്ന് പറയടിയെന്ന് പറഞ്ഞ് അനി ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുമ്പം നാളെ നീ സന്തോഷത്തോടെ നിശ്ചയത്തിൽ പങ്കെടുക്കണം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുവാണ്. അനി അവിടെയും നിന്ന് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.